170 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 1, 2 ദിനവൃത്താന്തം അധ്യായം 24, സങ്കീർത്തനങ്ങൾ 69. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. ഏലിയായും അഹസ്യായും. ആഹാബിൻ്റെ മരണത്തിന് ശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു. സമരിയയിൽ വെച്ച് അഹസ്യ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിൻ്റെ അടുത്തേക്ക് ആളയച്ചു. തിഷ്ബന്യനായ ഏലിയായോട് കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്തു, സമരിയ രാജാവിൻ്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ഏലിയ പുറപ്പെട്ടു. ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരികെ വന്നത്? അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. അവൻ ചോദിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു? അവർ പറഞ്ഞു, അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തിഷ്ബ്യനായ ഏലിയ ആണ് അവൻ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയയുടെ അടുത്തേക്ക് അയച്ചു. മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ച് കളയട്ടെ. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയയുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദൈവപുരുഷ, ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ച് കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകന്മാരോടുകൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയയുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എൻ്റെയും അങ്ങയുടെ ഈ 50 ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. മുൻപ് വന്ന 50 പേരുടെ 2 സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. ഏലിയ രാജാവിനോട്, ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകനോടുകൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയയുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എൻ്റെയും അങ്ങയുടെ 50 ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. മുൻപ് വന്ന 50 പേരുടെ 2 സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. ഏലിയ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, എക്രോൺ ദേവനായ ബാൽസെബൂബിനോട് ആരായാൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു. അഹസ്യായ്ക്ക് പുത്രനില്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ 2-ാം ഭരണവർഷത്തിൽ രാജാവായി. അഹസ്യായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 24. യോവാഷ് 7-ാം വയസ്സിൽ രാജാവായി. അവൻ 40 വർഷം ജെറുസലേമിൽ ഭരണം നടത്തി. ബേർഷേബായിലെ സിബിയായിരുന്നു അവൻ്റെ മാതാവ്. യഹോയാദാ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. രാജാവിന് യഹോയാദാ 2 ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു. അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി. യോവാഷ് ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക
യൂദാ നഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ. അതിന് വിളംബം വരുത്തരുത്. എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല. അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയാദയെ വിളിച്ചു ചോദിച്ചു, കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന്മേൽ ചുമത്തിയിരുന്ന നികുതി യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേവ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദുഷ്ടിയായ അത്താലിയുടെ മക്കൾ ദേവാലയത്തിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ദേവാലയവാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു. ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂദായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു. പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുവോളം നിക്ഷേപിച്ചു. ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും. രാജാവിൻ്റെ വിചാരകനും പ്രധാന പുരോഹിതനും സേവകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു. രാജാവും യഹോയാദയും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പുപണിക്കാർ, പിച്ചളക്കാർ എന്നിവരെ നിയോഗിച്ചു. അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു. അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ചു ബലവത്തായി. പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയാദയെയും ഏൽപ്പിച്ചു. അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. യഹോയാദയുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു. യഹോയാദ പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു. മരിക്കുമ്പോൾ അവന് 130 വയസ്സായിരുന്നു. അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു. സങ്കീർത്തനങ്ങൾ 69. ദീനരോധനം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ ഭോഷത്വം അവിടെ നിറയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബദിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു. അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗരകവാടത്തിങ്കിൽ ഇരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്കുത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവേ, എനിക്കുത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു. വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടെ നിറയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല.
ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ, അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ. അവർ കണ്ണിരുണ്ട് അന്ധരായി പോകട്ടെ, അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ, അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു, അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു. അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ, അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളകളെക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, യൂദായുടെ നഗരങ്ങൾ പുതുക്കി പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും.